എടാ നിനക്കൊരു കാര്യം അറിയാമോ? അല്ലെങ്കിൽ വിട്ടേക്ക്, നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഷിക്കമാരു എന്നാരാ എന്നും പരാതി പറഞ്ഞ് ഒന്നും ചെയ്യാതെ നടക്കുന്നവൻ, ഈ അക്കാഡമിയിലെ ഏറ്റവും വലിയ മടിയൻ. ഹിബ, ഇനുസുക്കായും പിന്നെ അവന്റെ നായ അക്കമാരു. ഞാൻ ഇനയെ പറ്റി പറഞ്ഞാൽ മറന്നേക്കൂ. ഇവനാണ് മനുഷ്യനെ ഏറ്റവും ഭ്രാന്താക്കുന്നവൻ. ഇവന്റെ വിചാരം ഇവൻ ഭയങ്കര കൂളാണെന്നാ. ഇതൊന്നും വലിയെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷെ ഇത്ര ദുർബലമാവുമെന്ന് കരുതിയില്ല. അപ്പോ 3 കോമാളികൾ ഇവിടെ തന്നെ ഉണ്ടല്ലേ? കാത്തിരുന്നോ, നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് കണ്ടോ? അത്ര കഠിനമായി ഞങ്ങൾ പരിശീലിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ പിന്നെ എന്ത് ചെയ്തെന്ന് കരുതിയ കുത്തിയിരുന്ന് പൂ പറിക്കായിരുന്നു എന്ന് വിചാരിച്ചു. പരിശീലനം എന്താണെന്ന് പോലും എനിക്കറിയില്ല. അപ്പൊ എന്റെ വികാരങ്ങളോ? ഇങ്ങോട്ട് വേഗം എത്താൻ വേണ്ടി എന്റെ മുടി ഉണക്കാൻ പോലും എനിക്ക് സമയം കിട്ടിയില്ല. അതുപോലെ എനിക്ക് പല്ല് തേക്കാൻ അണ്ടർവെയർ മാറ്റാനുള്ള സമയം പോലും എനിക്ക് കിട്ടിയില്ല. എന്ത്? ഇത് നിങ്ങൾ എഴുതിയതാ? അതെ, അപ്പൊ നിനക്കത് അറിയാല്ലേ? ഞാൻ ഇത്ര പ്രശസ്തനായിട്ട് ഒരു പേപ്പറിൽ പോലും അത് വന്നില്ലല്ലോ. ഈ വൃത്തിയുടെ സാധനം ഒരു നോവലാണെന്നാണ് പറയുന്നത്. എന്നോട് ക്ഷമിക്കൂ, പക്ഷെ എത്ര സുന്ദരവും ലളിതവും ലോലവുമാണ് നിന്റെ ഈ കൈകൾ. നിന്റെ കൈകൾ കാണാൻ ശരിക്കും നല്ല ഭംഗിയുണ്ട്. എങ്ങനെ ഇത്ര സോഫ്റ്റ് ആയിരിക്കുന്നേ? നാണം കെട്ട ചെകുത്താടി. മൃദുലമായ കൈക്ക് ഇത്രയും ചൂടോ? അവരെന്തുകൊണ്ടാണ് നിങ്ങളെ പിടിച്ച് കെട്ടിയിടാത്തത്? നിങ്ങളൊരു ഭ്രാന്തനാ. അതെ, ഇങ്ങോട്ട് നോക്ക്. നീ എന്താ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? നീ എന്താ നിന്റെ കൂട്ടുകാരുടെ കൂടെ പോവാതിരുന്നേ? അത് നിനക്കെന്ന് വേണം. ഞാൻ മണത്തുനിന്ന് തോന്നിയത് തന്നെയാണോ മണത്തത്? എന്താ പറ്റിയത്? എന്താ പ്രശ്നം? എന്താണ്? എന്തെങ്കിലും പ്രശ്നം മണക്കുന്നുണ്ടോ? ഇത് ഞാൻ മുന്നേ ശ്രദ്ധിക്കാത്തത് വിചിത്രമായി. സാക്കുറ, നീ ഉപയോഗിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്ന അതേ ഷാമ്പു ആണെന്ന് നിനക്കറിയാം.